ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ദേ രാവിലെ തന്നെ കുഞ്ഞാപ്പി ദേ ടി വിയിൽ ഹൈദി കാണുവാണ്. അപ്പോൾ ദേ രാവിലത്തെ പണികളൊക്കെ ഏകദേശം കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ചോറൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ചോറൊന്നും വെക്കേണ്ട വന്നില്ല. പിന്നെ ദേ കുറച്ച് പാത്രം കഴുകാനുണ്ട് കേട്ടോ. എന്നാൽ ആദ്യം അതങ്ങ് പാത്രം കഴുകിയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ ട്രൈപോഡൊന്നും എടുത്തിട്ടില്ല കേട്ടോ. നമ്മുടെ ഈ സൈഡിലൊരു അരകല്ല് വെച്ചിട്ടുണ്ട്. അപ്പോൾ അരകല്ലുമേൽ ഞാൻ ഫോണൊക്കെ ചാരി വെച്ചു കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ പുറത്തോട്ട് നിൽക്കുന്നതെന്നു വെച്ചാൽ അവിടെയാണ് നമ്മൾ പാമ്പിനെ കണ്ടത് ഗൈസ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒളിഞ്ഞ് നോക്കാറുണ്ടത്. അപ്പോൾ ദേ പാത്രം കഴുകുകയാണ് കേട്ടോ. പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് ഇനിയിപ്പോൾ മോരുകറിയൊക്കെ വെക്കാനുണ്ട്. അതുകൊണ്ട് പാത്രമൊക്കെ കഴുകുകയാണ്. എപ്പോഴും എന്ന് പറഞ്ഞ പോലെ പാത്രം ഇങ്ങനെയാകും കേട്ടോ. അത് അപ്പോൾ തന്നെ കഴുകി വെച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കേടാണ്. ഏറ്റവും പാടുള്ളത് പിന്നെ അകത്ത് വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ദേ പാത്രമൊക്കെ കഴുകുവാണ്. രാവിലെ എഴുന്നേറ്റപ്പോൾ മഴയില്ലായിരുന്നു ഗൈസ്. ഇപ്പോൾ ദേ നല്ല മഴയാണ് കേട്ടോ പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദേ ഇനിയിപ്പോൾ കുഞ്ഞിനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യണം. കുഞ്ഞിനെ കുളിപ്പിച്ച് സ്കൂളിൽ വിടണം. അപ്പോൾ കുഞ്ഞിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദേ വെള്ളമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ദേ പെണ്ണിനെ കുളിപ്പിച്ച് ഒരുക്കി അവളെ റെഡിയാക്കി ഇരുത്തി കേട്ടോ. ഇനി അവൾ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടിങ്ങനെ ഇരുന്നിട്ടാണ് പിന്നെ ഞങ്ങൾ പോകത്തുള്ളൂ. അപ്പോഴത്തേനും ഞാൻ ഫോണിൽ വീഡിയോ എടുക്കുന്ന അവൾ കണ്ടു. അപ്പോഴത്തേനും ഫോണിലെ ക്യാമറയിലോട്ട് ഇടയ്ക്ക് ഇച്ചിരി നേരം നോക്കുകയൊക്കെ ചെയ്തു കേട്ടോ ആൾ. ഗൈസ് കൊച്ചു കയറിപ്പോയി കേട്ടോ. കൊച്ചു കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേനും ഞാനെന്നാൽ ഇച്ചിരി മോരിരിപ്പുണ്ടായിരുന്നു. എന്നാൽ മോര് കറി വെക്കാമല്ലോ എന്ന് ഓർത്തു. ഇന്ന് ട്രൈപോഡൊന്നും എടുത്തിട്ടില്ല കേട്ടോ. വയ്യായിരുന്നു. ഇന്ന് രാവിലെ തലകറക്കമൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഓർക്കും എന്നത്തിനല്ലേ വയ്യാതെ ഈ വീഡിയോ ഇടുന്നതെന്ന് ഓർക്കും. പക്ഷേ നമ്മൾ എന്ന് വിട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു കണ്ടിന്യൂറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പറ്റിയല്ലെങ്കിലും ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച വീഡിയോ. പിന്നെ എൻ്റെ ഒരു സന്തോഷം കൂടെ. എപ്പോഴും ചുമ്മാ ഫോണിനകത്ത് നോക്കി ഇരുന്നിട്ട് കാര്യമില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ കാലാവസ്ഥ നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും. ഞാൻ ഇച്ചിരി മോരുകറി വെക്കാനുള്ള പരിപാടിയാണ്. ഇഞ്ചി ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ എടുക്കുകയാണ്. അതിനോട്ടുള്ള അരപ്പരയ്ക്കാൻ വേണ്ടിയിട്ട്. അയ്യോ, നമുക്ക് ഇച്ചിരി എടുത്താൽ മതി കേട്ടോ വെളുത്തുള്ളിയൊക്കെ. ഒറ്റൊരു ഇത് എടുത്താൽ മതിയേ വെളുത്തുള്ളിയൊക്കെ. അധികമായി കൊള്ളത്തില്ല. കാന്താരി മുളകുണ്ട്. നല്ല കാന്താരി മുളക് വെച്ചിട്ട് നമുക്ക് മോരുണ്ടാക്കാം. നമ്മുടെ കാന്താരി മുളക് ഇന്നിപ്പം ഫുള്ള് ഞാൻ ട്രൈപോഡ് എടുക്കാതെയാണ് ചെയ്യുന്നത്. ഈ കാന്താരി മുളക് നല്ല സൂപ്പർ കാന്താരി മുളകാണ് കേട്ടോ. ഉണ്ടോ, ഇച്ചിരിയൊക്കെ പഴുത്ത് പോകാൻ തുടങ്ങി. ഫോൺ നമുക്കിവിടെ വെക്കാം. ഇച്ചിരി പഴുത്ത് പോകാൻ തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴുത്തായിരുന്നത് പച്ചയുണ്ട് കേട്ടോ. അമ്മ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. കാന്താരി മുളക് അരച്ച് കറി വെക്കുന്നതിന് ടേസ്റ്റ് വേറെ ഒന്നിനുമില്ല. എനിക്ക് എല്ലാത്തിനകത്തും ഇടാൻ ഇഷ്ടമാണ് കേട്ടോ കാന്താരി മുളക്. മറ്റേ മുളക് കടയിൽ നിന്ന് പിടിക്കുന്ന മുളക് ചിലപ്പോഴെങ്ങാനും ഒക്കെ എരിവ് കാണത്തുള്ളൂ. അല്ലാണ്ടുള്ള മുളകിനൊന്നും ഒട്ടും എരിവില്ല. എനിക്കാണെങ്കിൽ എരിവില്ലാത്ത കറി കൂട്ടി ഛർദ്ദിക്കാൻ വരും. ഇച്ചിരി എനിക്ക് നല്ല എരിവ് വേണം കേട്ടോ. എല്ലാ കറികൾക്കും എരിവ് വേണം. നല്ല കൊച്ചിനെ ഞാൻ ചെറുപ്പം തൊട്ടേ എരിവ് കൊടുത്ത് ശീലിപ്പിച്ചുകൊണ്ട് അവൾക്കും അങ്ങനെ വിഷയമില്ല കേട്ടോ. തിരുതര വെള്ളം കുടിക്കുന്നുള്ളൂ. എന്നാലും കുഴപ്പമില്ല. എന്നാലും ഞാൻ അവൾക്ക് പരമാവധി ഞാൻ എരിവൊക്കെ കൊടുത്താട്ടോ. എല്ലാ സാധനവും ഞങ്ങൾ എന്നാ കഴിക്കുന്ന ആ സാധനം എല്ലാം അവർക്ക് കൊടുക്കും കേട്ടോ. അതിപ്പോൾ എരിവാണെങ്കിൽ എരിവ്, പുളിയാണെങ്കിൽ പുളി, എല്ലാം പിടിപ്പിക്കും കേട്ടോ. പിള്ളേർക്കെല്ലാം നമ്മൾ കൊടുത്ത് വേണം വളർത്താൻ. കാരണം നമ്മളെപ്പോഴും നമ്മുടെ കൂടെ നമ്മുടെ പിള്ളേർ കാണത്തില്ല. മുന്നോട്ട് എങ്ങോട്ടേലൊക്കെ പഠിക്കാനൊക്കെ മാറി നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ എങ്ങോട്ട് പലരുടെയും അനുഭവം എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. പലരും ഈ പിള്ളേർക്ക് എരിവും കൊടുക്കാതെ, എരിവും ഉപ്പും പുളിയും ഒന്നും കൊടുക്കാതെ ആ പിള്ളേർ പിന്നെ വേറൊന്നും കഴിക്കത്തില്ല. അവർക്കിഷ്ടമില്ല. അവർ ചെറുപ്പം തൊട്ടേ കഴിച്ചു വന്നതാണ്. അപ്പോൾ അവരതേ കഴിക്കത്തുള്ളൂ. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ പിള്ളേർക്ക് എല്ലാം കൊടുക്കണം. എല്ലാ സാധനവും. ഇപ്പം ഞാൻ കഴിക്കാത്ത സാധനമാണെങ്കിൽ കൂടി ഞാനിങ്ങനെ മീനിൽ മത്തിയൊന്നും കഴിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ മേടിക്കാറുമില്ല. പക്ഷെ അവൾക്ക് തന്നെയായിട്ട് ഇവിടെ ഇടയ്ക്ക് ചിലപ്പോഴെങ്ങാനും വല്ലപ്പോഴും മേടിക്കുമ്പോഴും അവൾക്ക് വറുത്തൊക്കെ കൊടുക്കും കേട്ടോ. ഇവിടെ അമ്മ വറുക്കും. ഞാനാണെങ്കിൽ അത് തൊടാൻ പോലും പോകത്തില്ല. എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ തൊടത്തില്ല കേട്ടോ. എനിക്ക് ചെറുപ്പത്തിൽ പണ്ട് കൂട്ടിക്കൊണ്ടിരുന്നതാണ്. അമ്മ തരുമായിരുന്നു. പക്ഷെ എനിക്കിപ്പം ഒട്ടും പറ്റത്തില്ല. അത് എനിക്കതിൻ്റെ ടേസ്റ്റും ഇഷ്ടമില്ല. എനിക്ക് അതിൻ്റെ സ്മെല്ലാണ് പിടിക്കാതെ. എനിക്ക് ഛർദ്ദിക്കാൻ വരും പെട്ടെന്ന്. അങ്ങനെയൊക്കെ. അപ്പം മത്തി ഇഷ്ടമുള്ളവരുണ്ട് കേട്ടോ. മത്തി ലവേഴ്സൊന്നും എന്നെ കൊല്ലല്ലേ. അയ്യോ, മത്തിയൊക്കെ ഇഷ്ടമുള്ളവരുണ്ട്. മത്തി നല്ല മീനുമാണ് കേട്ടോ നമുക്ക്. പക്ഷെ ചിലപ്പോഴൊക്കെ മത്തിയുടെ വിലയല്ലേ ചില സമയത്തൊക്കെ 400 രൂപയൊക്കെ കയറും. നമ്മുടെ മറ്റേ മീനിൻ്റെ പോലെ തന്നെ. ഉപ്പൊക്കെ എടുത്തു. ഞാൻ അരക്കട്ടെ കേട്ടോ. അരച്ചിട്ട് ഇതും കൂടെ ഒന്ന് കറി വെച്ചിട്ട് ഞാൻ ഇവിടെ ഇതൊന്ന് കിടക്കട്ടെ. എനിക്ക് പറ്റത്തില്ലാതെ ഞാൻ ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. എനിക്കറിയത്തില്ല എൻ്റെ പൊന്നെ.
ഇപ്പോഴും പറയാം അവനവൻ്റെ ആരോഗ്യം നോക്കിയിട്ട് വേണം മുന്നോട്ട് ചെയ്യാൻ ഞാൻ പക്ഷെ അങ്ങനെ നോക്കും. പക്ഷേ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഈ ഗൈസ്, എന്നാ മഴയാണെങ്കിലും ഞാൻ രാവിലെ കുളിക്കും കേട്ടോ. പുറത്തതേ മഴ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നാണെങ്കിലും ഞാൻ രാവിലെ കുളിക്കും കേട്ടോ. അത് നേരത്തെയുള്ള ശീലമാണ്. പിന്നെ ഇപ്പോൾ വയ്യാണ്ടും കൂടി ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് കുളിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇതേ കുളിക്കാനായിട്ട് പോവുകയാണ്. മോരുകറിയൊക്കെ വെച്ചു, മോരുകറിയൊക്കെ സെറ്റാക്കി എടുത്ത് വെച്ച് ഇനിയിപ്പം കുളിച്ചിട്ട് വേണം ഇവിടെ അലമാരി ഒന്ന് ക്ലീൻ ആക്കണം. തല എണ്ണ വെച്ചിട്ടാണ് അലമാരിയും കൂടെ തുണിയും കൂടെ ഒന്ന് മടക്കി ക്ലീൻ ആക്കി വെച്ചിട്ട് കുളിക്കാൻ കയറാമെന്ന് ഓർത്തുകൊണ്ടാണ്. അപ്പോഴത്തേനും തലയിൽ എണ്ണയും പിടിക്കുമല്ലോ. അപ്പോൾ അലമാരി ക്ലീനിങ്, തുണിയൊക്കെ ഒത്തിരി വേണ്ടാത്തതും എല്ലാം ഇരിപ്പുണ്ട്, അതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് ആവശ്യമുള്ളതൊക്കെ എടുത്ത് അടുക്കി വെക്കാമെന്ന് ഓർത്താണേ. ഇടയ്ക്ക് ഞാനിങ്ങനെ അടുക്കി പിറക്കുന്നത് അലമാരിയിലെല്ലാം എടുത്തിടാനുള്ള പരിപാടിയാണ് ഇന്ന് നടത്താൻ പോകുന്നത്. 10 മണിയാകുമ്പോഴത്തേനും തീരുമാനിക്കും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ 9:30 10 മണിയാകുമ്പോഴത്തേനും കുളിക്കാൻ കയറാമല്ലോ. അപ്പം ഞാൻ അലമാരി അടുക്കാനുള്ള പരിപാടി നോക്കട്ടെ. നമ്മുടെ മുടിയിലൊക്കെ എണ്ണ തൂത്തു, ഇത്രയേ ഉള്ളൂട്ട് എണ്ണ തൂപ്പൊക്കെ. ഇപ്പോൾ ഇത് കണ്ടോ മുടിയുടെ കോലം. വളരാനായിട്ടുള്ള കുറേ പൊഴിഞ്ഞു പോയിട്ടാണോ വളരുള്ളൂ എന്നറിയത്തില്ല കേട്ടോ. ഇത് പൊഴിഞ്ഞ് ഓരോ ഇതിലും നല്ലതായിട്ട് മുടി പൊഴിഞ്ഞ് കൈ കിട്ടുന്നുണ്ട്. എനിക്കറിയത്തില്ല എന്നാ ചെയ്യുമെന്ന്. ഇപ്പോൾ ഹെയർ കെയർ ഒന്ന് മഴക്കാലത്ത് പിന്നെ മുടി നന്നായിട്ട് പൊഴിയും കേട്ടോ. അത് മുടിയുള്ളവരുടെ ആണെങ്കിലും അതെ, ഇല്ലാത്തവരുടെ ആണെങ്കിലും അതെ, മഴക്കാലത്ത് നല്ല മുടി പൊഴിച്ചിലുണ്ടാകും. മുടി പൊഴിച്ചിൽ കൂടുതലായിരിക്കും മഴക്കാലത്ത്. മുടി ഉണങ്ങാനൊക്കെ പാടല്ലേ. മുടി എപ്പോഴും ഡ്രൈ ആയിരിക്കരുത് ഒരിക്കലും. മുടി നല്ല എന്താ പറയുക, ഒരു ചെറിയ തണുപ്പോട് കൂടിയും 2 രീതിയിൽ വേണം കെട്ടിയിരിക്കാൻ. നല്ല ഡ്രൈ ആയാലും വിഷയമാണ് മുടിക്ക്. കണ്ടോ അഴുക്കുമുടികളെ ഈ പറഞ്ഞു പോകുന്നത്. അഴുക്കുമുടിയെല്ലാം പോട്ടെ. അപ്പോൾ ഞാൻ അലമാരി എടുക്കട്ടെ. നമ്മുടെ അലമാരി ഒരുവിധം എന്നല്ല, ഞാനെല്ലാം വൃത്തിക്കും മനയ്ക്കുമാണ് കേട്ടോ വെക്കുള്ളൂ. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേന് ഇതുണ്ടോ എല്ലാം ഈ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അതിങ്ങനെ കൂടി തള്ളി ഇങ്ങനെ നമ്മൾ എടുത്തു കഴിയുമ്പോൾ പിന്നെ കയറ്റി വെക്കുമ്പോൾ ഈ ഒരു അവസ്ഥയിലോട്ടാകും. അതുകൊണ്ട് നമുക്കെല്ലാം അങ്ങ് പൊക്കാം. ഗായ്സ്, നമ്മുടെ അലമാരി നിമ്പിയിരുന്നത് വെച്ചിട്ട് നോക്കൂ, എന്ത് വൃത്തിയായെന്ന് നോക്കൂ. എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗായ്സ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എൻ്റെയും പൊന്നപ്പഴും ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം സെറ്റാക്കി അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പം ചേട്ടയുടെ ഷർട്ടൊക്കെ പുറത്താണ് കേട്ടോ ഇടുന്നത്. അതുകൊണ്ട് അങ്ങനെ കുളിക്കാൻ പോവാണ് ഗൈസ്. കുളിച്ചിട്ട് വരാവേ ഗൈസ്. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഒരു ലേശം തുണി തിരുമ്മി ഇടാനുണ്ട്, അത് കൈകൊണ്ട് അലക്കാനുള്ളതുള്ളൂ കേട്ടോ. അപ്പം ഇപ്പോൾ ചെറുതായിട്ട് മഴ തോർന്നിട്ടുണ്ട്. മഴ തോർന്ന് നിൽക്കുമ്പോൾ നമുക്കെന്നാൽ ഞാൻ കുളിച്ചിട്ട് തോർത്തും അതൊക്കെ ഒന്ന് അലക്കിയിടാമെന്ന് വിചാരിച്ചു. അലക്കി നമ്മൾ ഈ സൈഡിലോട്ട് സൈഡിലോട്ട് വിരിച്ചാൽ പിന്നെ അവിടെ കിടന്നത് ഉണങ്ങിക്കോളും. എന്നിട്ട് പിന്നെ അകത്തോട്ട് എടുത്തിടും. അങ്ങനെ 3 സെക്ഷനായിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പോയിട്ട് അതൊന്ന് ചെയ്തിട്ട് ഓടി വരട്ടെ കേട്ടോ. ഗൈസ്, നമ്മൾ തുണിയൊക്കെ ഞാൻ ഒരു ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ, അതൊക്കെ അലക്കിയിട്ടു. ഭയങ്കര ക്ഷീണമാണ് കേട്ടോ ഗൈസ്, എന്നെ കാണുമ്പോൾ തന്നെ അറിയായിരിക്കും. അപ്പം ഇന്ന് നമുക്ക് മോഡൽ എക്സാം ഉണ്ട്. PDF ഒക്കെ എടുത്ത് വെച്ചിട്ട് ഇരിക്കുവാണ്. PDF ഒക്കെ എടുത്ത് വെച്ചിട്ട് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിക്കട്ടെ കേട്ടോ. കാരണം നമുക്കൊന്നും വായിക്കാതെ നമ്മളെങ്ങനെയാണ് എക്സാം അറ്റൻഡ് ചെയ്യുന്നത്? മോശമല്ലേ? നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു വഞ്ചനയാണത്. അപ്പോൾ ഞാൻ ഇച്ചിരി നേരം വായിക്കട്ടെ. വായിച്ചിട്ട് ഉറക്കം വരാതിരുന്നാൽ ഭാഗ്യം. കുറേ ഉണ്ട് കേട്ടോ, ഇത് അത്യാവശ്യം ഉണ്ട് ഇന്ന് പഠിക്കാനാണ്. അപ്പോൾ ഞാൻ വായിക്കട്ടെ കേട്ടോ. അപ്പോൾ ഗൈസ്, കുറച്ച് നേരത്തെ പഠനത്തിന് ശേഷം ഞാൻ ചോറുണ്ണാൻ പോവാണ് കേട്ടോ. കറി എന്നാന്ന് വെച്ചാൽ നമുക്ക് പാവയ്ക്ക തോരനുണ്ട്. പാവയ്ക്കയും ഉണക്കമീനും കൊണ്ട് തോരൻ വെച്ചിട്ടുണ്ട്. പുളിശ്ശേരിയുണ്ട്. ചീരയും ചക്കക്കുരുവും കൂടെ തോരൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിക്കട്ടെ കേട്ടോ. ഇച്ചിരി ചോറൊക്കെ ആയിട്ടോ കഴിക്കുള്ളൂ. ഇത്രയും ചോറാണ് കഴിക്കുകയുള്ളൂ. പാടാണ് കേട്ടോ ഗൈസ് പഠിക്കാൻ. ഉച്ച നേരം എടുത്തിട്ട് തന്നെ എനിക്ക് തലവേദന എടുക്കുമായിരുന്നു. അപ്പോഴത്തേന് ഞാനത് എടുത്ത് വെച്ചു. ഇനി എന്നായാലും ചോറൊക്കെ കൊണ്ടിട്ട് കിടക്കണമെന്ന്. അപ്പം ഞാൻ കഴിക്കട്ടെ കേട്ടോ.